ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഗ്രി ഹെൽപ്പറിലോട്ട് സ്വാഗതം. അപ്പോൾ ഫോർത്ത് സെമസ്റ്റർ ഇന്ത്യൻ ഹിസ്റ്ററി 2-ൻ്റെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസിനോടൊപ്പം തന്നെ നമ്മൾ മൊഡ്യൂൾ വൈസായിട്ടാണ് ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പോൾ മൊഡ്യൂൾ 2-ന് നമ്മൾ ഏകദേശം ഇമ്പോർട്ടൻസ് ആയ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കതിൽ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചൊന്ന് വിവരിക്കാനുണ്ട്. അത് വിവരിക്കുന്നതിന് മുമ്പ് എല്ലാവരും ചോദിച്ച ഒരു മൊഡ്യൂളായിരുന്നു മൊഡ്യൂൾ 1-ൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഈ മൊഡ്യൂൾ 1-ൽ കുറേ കാര്യങ്ങൾ നമുക്ക് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടും അതുപോലെ തന്നെ ഷോർട്ട് എസ്സേയ്ക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. നമുക്കിനി കുറച്ച് ദിവസമല്ലേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ എലാബറേറ്റ് എഴുതാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. അതായത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പൂർവ്വ മധ്യകാല ഇന്ത്യയെ വ്യാഖ്യാനിക്കുമ്പോൾ എന്നാണ്. അപ്പോൾ പൂർവ്വ മധ്യകാലത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണവും അതുപോലെ തന്നെ ഇന്ത്യൻ ഫ്യൂഡൽ മാതൃകയും അതിൻ്റെ വിമർശകരെന്തൊക്കെയാണ് ഇന്ത്യൻ ഫ്യൂഡലിസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പൂർവ്വ മധ്യകാലം എന്ന ആശയം എന്താണ് എന്നും അവിടെ നിലനിന്നിട്ടുള്ള പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് അതിനുള്ള ഉപാദാനങ്ങളും അതുപോലെ തന്നെ അവിടെ നിലനിന്നിട്ടുള്ള ഭരണം എങ്ങനെയാണ് എന്നും അതുപോലെ തന്നെ അവിടുത്തെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കതിനെക്കുറിച്ച് ഇന്ത്യൻ ചരിത്രത്തിൽ പൂർവ്വമധ്യ കാലഘട്ടം എന്ന് പറയുന്നത് അതായത് പ്രാചീന കാലഘട്ടത്തിനും തുർക്കികൾ ഇന്ത്യയിൽ ഭരണം സ്ഥാപിക്കുന്നതിനും ഇടയിലുള്ള കാലഘട്ടം ഉണ്ടല്ലോ, അതാണ് പൂർവ്വമധ്യ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ഈ തുർക്കികൾ ഇന്ത്യയിൽ ഭരണം സ്ഥാപിക്കുന്നത് എന്താണ്? ഡൽഹി സുൽത്താനേറ്റാണ് അല്ലേ. അപ്പോൾ ഈ പ്രാചീന ഘട്ടത്തിനും ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആ ഒരു കാലഘട്ടത്തിനും ഇടയിലുള്ള കാലഘട്ടമാണ് പൂർവ്വമധ്യ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു പൂർവ്വമധ്യ കാലഘട്ടത്തെ പൊതുവെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ഇരുണ്ട യുഗം എന്നാണ്. അതിന് ഒരുപാട് കാരണങ്ങൾ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ആ ഫ്യൂഡൽ മധ്യകാലഘട്ടത്തിൽ ഒരുപാട് തകർച്ചയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒരുപാട് തകർച്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ഈ ഒരു പൂർവ്വ മധ്യകാലഘട്ടത്തെ എന്ത് വ്യാഖ്യാനിക്കുന്നത്? ഇരുണ്ട യുഗം എന്ന് വ്യാഖ്യാനിക്കുന്നത്. പൂർവ്വ കാലം എന്ന ആശയം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ചരിത്ര കാലഘട്ടങ്ങളെ കാലഗണനാനുസൃതമായിട്ട് നമ്മൾ എങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്? പ്രാചീനകാലം, മധ്യകാലം, അതുപോലെ തന്നെ ആധുനിക കാലം എന്നിങ്ങനെയാണ് പൊതുവായിട്ട് നമ്മൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തെക്കുറിച്ച് ആൾക്കാർക്കൊരു ചരിത്രകാരന്മാർക്കൊരു ഏകമായിട്ടുള്ള ഒരു സ്റ്റഡിയായിട്ടുള്ള അഭിപ്രായം ഈ പൂർവ്വ മധ്യ കാലഘട്ടത്തെക്കുറിച്ചില്ല. അതായത് ചരിത്രകാരന്മാർ വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് വെക്കുന്നത്. അതായത് ജെയിംസ് മില്ല് പോലുള്ള ചരിത്രകാരന്മാർ എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ത്യ ചരിത്രത്തെ ഹിന്ദു മുസ്ലിം ബ്രിട്ടീഷ് എന്ന വിധത്തിലാണ് വിഭജനം നടത്തിയത്. എന്താണ്? ഇന്ത്യ ചരിത്രത്തെ ഹിന്ദു മുസ്ലിം ബ്രിട്ടീഷ് എന്ന വിധത്തിലാണ് വിഭജനം നടത്തിയത്. ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ മതപരമായി ചിത്രീകരിച്ചുകൊണ്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു പ്രസ്തുത കാലഘടന എന്ന് പറയുന്നത്. അതൊരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്കറിയാം ഡൽഹി സുൽത്താനായിട്ട് ഭരണം നടത്തുന്നു. അതിനിടയിൽ അതിനെതിരായിട്ട് വിജയനഗര സാമ്രാജ്യം ഉയർന്നു വരുന്നതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അവിടെ ഒരു മതപരമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. അതാണ് അവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ പൂർവ്വ മധ്യ കാലഘട്ടത്തിന് ചില സവിശേഷതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാഷ്ട്രീയ വികേന്ദ്രീകരണം, ഇടനിലക്കാരായ പ്രഭുക്കന്മാരുടെ ആവിർഭാവം, സമ്പദ്ഘടനയിൽ നിന്ന് സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളിലേക്ക്, അതുപോലെ തന്നെ കർഷകരുടെ വിധേയത്വം, ജാതികളുടെ വ്യാപനം, ഫ്യൂഡൽ പ്രത്യയശാസ്ത്രവും സംസ്കാരവും അല്ലേ. അതായത് രാഷ്ട്രീയ വികേന്ദ്രീകരണം എന്നതുകൊണ്ട് അവിടെ എന്താണ് ചിത്രീകരിക്കുന്നത്? കേന്ദ്രീകൃതവും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോട് കൂടിയതുമായിട്ടുള്ള ഒരു ഭരണകൂടത്തിന് ഘടകവിരുദ്ധമായ ഒരു ഭരണകൂടമാണ് പ്രസ്തുത കാലഘട്ടത്തിൽ രൂപം കൊണ്ടത്. അതായത്
ഒരു ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ഭരണകൂടം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. വികേന്ദ്രീകൃതവും ശ്രേണീബദ്ധവുമായ പ്രസ്തുത ഘടനയിൽ സാമന്തമാർ, അതുപോലെ തന്നെ മഹാസാമന്തമാർ തുടങ്ങിയ പല നിലകളിലുള്ള പ്രാദേശിക ഭരണാധികാരികൾ സ്വയം ഭരണാധികാര അവകാശമുള്ളവരായിരുന്നു. എന്താ പറയണേ? അതായത് ഇവിടെ പ്രധാനമായിട്ടും അവിടെ ഒരു സ്വേച്ഛാധിപത്യം, നമുക്ക് സ്വയം ഭരണാധികാരികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതാണ് രാഷ്ട്രീയ വികേന്ദ്രീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇടനിലക്കാരായ ഭൂപ്രഭുക്കന്മാരുടെ ആവിർഭാവം, അതായത് ഇന്ത്യൻ ഫ്യൂഡൽ സാമൂഹിക രൂപീകരണത്തിൻ്റെ മുഖമുദ്രയായി പരിഗണിക്കപ്പെട്ടു വരുന്നു. മുമ്പില്ലാതിരുന്ന പ്രഭുക്കന്മാരുടേതായ ഒരു വർഗം ഈ കാലഘട്ടത്തിൽ ഉടലെടുക്കുകയുണ്ടായി. ഭരണകൂടത്തിൻ്റെ വികേന്ദ്രീകരണവും അധപ്പതനവുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ പ്രക്രിയ നിശ്ചയമായും കാർഷിക ബന്ധങ്ങളുടെ ഘടനയിലും മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇടനിലക്കാരുടെ ആവിർഭാവത്തോടെ ഭൂദാനവും നിലവിൽ വന്നു. ഭൂമി ലഭിച്ചവരിൽ ഭൂരിഭാഗവും ബ്രാഹ്മണരായിരുന്നു. അവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇടനിലക്കാരായ ഭൂപ്രഭുക്കന്മാരുടെ ആവിർഭാവം വന്നതോടുകൂടി അവിടെ എന്തായി, അവിടെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാർഷിക ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കുന്നുണ്ട്. അതെന്താണ്, ആ ഒരു സാമൂഹിക ഘടനകളെ തന്നെ അത് മാറ്റം കൊണ്ടുവരാനായിട്ട് ഇതായി അല്ലെ, കാരണമായി. അതാണ് ഇടനിലക്കാരായ പ്രഭുക്കന്മാരുടെ ആവിർഭാവം. ഇനി അടുത്തത് എന്താണ്? പണസമ്പദ്ഘടനയിൽ നിന്ന് സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളിലേക്ക്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, പ്രാചീന കാലഘട്ടത്തിൽ നിലനിന്ന നാഗരിക സമ്പദ്ഘടനയും വാണിജ്യ ശൃംഖലകളും അധപ്പതനത്തിന് വിധേയമാവുകയും പണസമ്പദ്ഘടനയിൽ നിന്ന് സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളിലേക്ക് മാറുകയും ചെയ്തു. ഇത് ഗ്രാമവൽക്കരണ പ്രക്രിയയ്ക്ക് കാരണമായി. പണത്തിന് പകരമായി ഭൂമി നൽകുന്ന രീതിയും വ്യത്യസ്ത സാമൂഹ്യ വർഗങ്ങളുടെ ഗ്രാമങ്ങളിലേക്കുള്ള കുടിയേറ്റവും കാർഷിക വ്യാപനവും ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നടന്ന ചില സംഭവ വികാസങ്ങളാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി കർഷകരുടെ വിധേയത്വം, അതായത് കർഷകരുടെ വിധേയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗുപ്താനന്തര കാലഘട്ടം ഒരു വിഭജിത സമൂഹമായിരുന്നു. ഉയർന്ന നിരക്കിലുള്ള നികുതി, നിർബന്ധിത തൊഴിൽ, ചാലകത്വമില്ലായ്മ, അതുപോലെ തന്നെ എന്നീ ഘടകങ്ങൾ കർഷകർ വിധേയത്വം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചിലപ്പോഴെല്ലാം അടിയായ്മയ്ക്ക് സമാനമായിരുന്നു. പ്രാചീന ഇന്ത്യയിൽ നിന്ന് കാർഷിക വ്യവസ്ഥയ്ക്ക് നേർവിപരീതമായിരുന്നു ഈ കാലഘട്ടത്തിലെ കർഷകരുടെ അവസ്ഥ. കാരണം സ്വതന്ത്രമായ വൈശ്യ കർഷകരും തൊഴിൽ ദാതാക്കളായ ശൂദ്രരും എല്ലാവരുമാണ് അവിടെ ആധിപത്യം പുലർത്തിയത്. അപ്പോൾ ഇവിടെ ഒരു കർഷകരുടെ വിധേയത്വം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കർഷകർക്ക് അവിടെ ഒരു അടിമ ആയിട്ട് മാത്രമേ ഉള്ളൂ അവിടെ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത കാരണം ജാതികളുടെ വ്യാപനം. അതായത് ഗുപ്ത കാലഘട്ടത്തിന് ശേഷം ജാതിയായിരുന്നു സാമൂഹിക വർഗീകരണത്തിനുള്ള മാനദണ്ഡമായി വർത്തിച്ചിരുന്നത്. പ്രസ്തുത കാലഘട്ടത്തിൽ ജാതിയുടെ വ്യാപനം തീവ്രമായിരുന്നതായി കാണാം അല്ലേ. അവിടെ എന്താണ്, ജാതിക്ക് പ്രാധാന്യം നൽകി. ഈ ജാതിക്ക് പ്രാധാന്യം നൽകുമ്പോൾ എന്താണ്, ബാക്കിയുള്ള സാമൂഹ്യ വിഭാഗക്കാർക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥ, കീഴ്ജാതിക്കാർ ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫ്യൂഡൽ പ്രത്യയശാസ്ത്രവും സംസ്കാരവും എന്ന് പറയുന്നത് എന്താണ്? ഭക്തിയായിരുന്നു പ്രസ്തുത കാലഘട്ടത്തെ സ്വഭാവവൽക്കരിച്ച പ്രത്യയശാസ്ത്രം. അത് ഫ്യൂഡലിസത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ് പങ്കുവച്ചത്. കൂറിനെയും സമർപ്പണത്തെയും അടിസ്ഥാനമാക്കിയുള്ള ബന്ധങ്ങളാണ് ഇവിടെ നിലനിന്നത്. നേരത്തെ നിലനിന്നിരുന്ന നഗര കേന്ദ്രീകൃതമായ ഒരു സംസ്കാരം തകർച്ച നേരിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും എല്ലാ രീതിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പൂർവ്വ മധ്യ കാലഘട്ടം നമുക്ക് നോക്കുന്ന സമയത്ത് അതൊരു ഇരുണ്ട യുഗം തന്നെയല്ലേ നമുക്ക് അറിയാൻ പറ്റുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഈ ഒരു പൂർവ്വ മധ്യ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? രാഷ്ട്രീയ വികേന്ദ്രീകരണം, ഇടനിലക്കാര പ്രഭുക്കന്മാരുടെ ആവിർഭാവം, പണസമ്പദ്ഘടനയിൽ നിന്ന് സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളിലേക്ക് കർഷകരുടെ വിധേയത്വം, ജാതികളുടെ വ്യാപനം, ഫ്യൂഡൽ പ്രത്യയശാസ്ത്രവും സംസ്കാരവും. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് പൂർവ്വ മധ്യകാല ഇന്ത്യ ചരിത്രത്തിൻ്റെ ഉപാദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
പൂർവ്വ മധ്യകാലഘട്ടത്തിൻ്റെ ഉപാദാനങ്ങൾ എന്ന് പറയുന്നത് ഈ പൂർവ്വ മധ്യകാലഘട്ടത്തിൽ ഒരുപാട് കൃതികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് സംസ്കൃതപരമായിട്ടും അതുപോലെ തന്നെ വിവിധ ഭാഷകളിൽ നിന്ന് നമുക്ക് ആ കൃതികൾ അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഈ കൃതികളൊക്കെ തത്വശാസ്ത്രപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും മതഗ്രന്ഥങ്ങളും ആത്മഭാഷണ നാടകങ്ങളും അതുപോലെ തന്നെ സ്തോത്രങ്ങൾ അതുപോലെ തന്നെ എന്താണ് കഥകൾ അങ്ങനെയുള്ള കാവ്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ഒരു പ്രധാനമായും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൃതികൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു കൃതികളോടൊപ്പം തന്നെ അവിടെ ഒരു സാങ്കേതിക സാഹിത്യത്തിൻ്റെ വളർച്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് സാങ്കേതിക സാഹിത്യത്തിൻ്റെ വളർച്ച കാണാൻ പറ്റുന്നത്? അതായത് ഗണിതം, വൈദ്യശാസ്ത്രം, അതുപോലെ തന്നെ സംഗീതം, കാവ്യശാസ്ത്രം, ശബ്ദകോശശാസ്ത്രം, വ്യാകരണം, വൃത്തം തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് സാങ്കേതിക സാഹിത്യത്തിൻ്റെ വളർച്ചയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രാമചരിത്രം, പൃഥ്വിരാജ രസോ, അതുപോലെ തന്നെ രാജതരംഗിണി എന്നിവയ്ക്ക് എന്താണ്, അതൊക്കെ ജീവചരിത്രമാണ്. അതായത് ജീവചരിത്രം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രാദേശിക ഭരണം നമുക്ക് ശക്തമായിട്ട് നിലനിന്നിരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹിത്യത്തിന് പുറമെ രാജാക്കന്മാരുടെ ഭരണം എന്തൊക്കെയാണ് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ജീവചരിത്രം പോലും അവർ എഴുതാനായിട്ട് തുടങ്ങി എന്നാണ് നമുക്ക് പൂർവ്വ മധ്യകാലഘട്ടത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് പൂർവ്വ മധ്യകാലഘട്ടത്തിൽ നിന്നിട്ടുണ്ടായിരുന്ന ഉപാദാനങ്ങളാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഭാഗവത പുരാണം, ബ്രഹ്മ വൈവർത്ത പുരാണം, അതുപോലെ തന്നെ കലികാ പുരാണം എന്നിവയൊക്കെ എന്താണ് ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന പുരാണങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ വ്യവഹാര മാന്ത്രിക എന്നറിയപ്പെടുന്ന ഒരു നിയമ നടപടിയിലുള്ള കൃതിയാണ് വ്യവഹാര മാന്ത്രിക എന്നറിയപ്പെടുന്നത്. ഇത് നിയമ നടപടികളെക്കുറിച്ച് വ്യക്തമാക്കുന്ന കൃതിയാണ്. അപ്പോൾ പൂർവ്വ മധ്യകാലഘട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപാദാനമായിട്ട് ഇതിനെ കണക്കാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ലേഖാ പദ്ധതി, കൃഷി പരാശതം എന്നിവയൊക്കെ എന്താണ് പ്രധാനമായിട്ടും സാഹിത്യത്തിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ധർമ്മകഥകൾ, ലീലാവതി, അങ്ങനെ ഒരുപാട് നാടോടി കഥകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെ എന്താണ് നമ്മുടെ പൂർവ്വ മധ്യകാലഘട്ടത്തിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പൂർവ്വ മധ്യകാലഘട്ടം ഇന്ത്യ ചരിത്രത്തിൻ്റെ ഉപാദാനങ്ങളായി മാറിയതിനുള്ള ഒരു എക്സാമ്പിൾസാണ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ ഒരുപാട് കൃതികൾ അവിടെ രചിച്ചിട്ടുണ്ടായിരുന്നു പൂർവ്വ മധ്യകാലഘട്ടത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അവിടെ നിലനിന്നിട്ടുള്ള രാഷ്ട്രീയ ഘടന എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥിരമായിട്ടുള്ള രാഷ്ട്രീയ ഘടനയോ അല്ലെങ്കിൽ അതിനൊരു സ്ട്രക്ചറോ ഉള്ളൊരു രാഷ്ട്രീയ ഘടനയായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു ഭരണത്തിനോ രാഷ്ട്രത്തിനോ ഒരു സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, ഒരു സ്ഥിരത ഉണ്ടായിട്ടില്ല എന്നാണ് പൂർവ്വ മധ്യകാലഘട്ടത്തിലുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അധികാരം ഉണ്ടല്ലോ, അധികാരം ഒരു ചെറിയ പ്രദേശങ്ങളിലേക്ക് അത് ഒതുങ്ങിക്കൂടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഗുർജാര പ്രതിഹരന്മാർ, ഗഹ്ഡവാലന്മാർ, ചമനന്മാർ തുടങ്ങിയവർ 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ ഉത്തരേന്ത്യയിലെ വലിയ പ്രദേശങ്ങളിൽ ഭരണം നിലനിർത്തിയവരാണ്. അതുപോലെ തന്നെ പാലന്മാരും സേനന്മാരും പൗരസ്ത്യ ഇന്ത്യയിൽ ഭരണം നടത്തിയപ്പോൾ ചാലൂക്യന്മാർ എവിടെയാണ് ഭരണം നടത്തിയത്? ഗുജറാത്തിലാണ് ഭരണം നടത്തിയത്. പാലന്മാർ സേനന്മാർ എവിടെ ഭരണം നടത്തി? പൗരസ്ത്യ ഇന്ത്യയിൽ ഭരണം നടത്തി. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചാലൂക്യന്മാർ ഗുജറാത്തിൽ ഭരണം നടത്തിയത് കാണാൻ പറ്റുന്നുണ്ട്. ഡെക്കാനിലെ രാഷ്ട്രകൂടന്മാർ പറഞ്ഞാൽ ഒരു രാജവംശമാണ് കേട്ടോ. ഈ രാഷ്ട്രകൂടന്മാർ അതായത് 8-9 നൂറ്റാണ്ടുകളിൽ രാഷ്ട്രകൂടന്മാരുടെ പിന്തുടർച്ചക്കാരെത്തിയത് ചാലൂക്യന്മാരാണ്. അതായത് ഈ രാഷ്ട്രകൂടന്മാരുടെ പിന്തുടർച്ചക്കാരായി എത്തിയത് ആരാണ്? ചാലൂക്യന്മാരാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ചോള, രാഷ്ട്രകൂട, പാല, പ്രതിഹര രാജവംശങ്ങളെ പോലുള്ള താരതമ്യേന ശക്തവും ദീർഘകാലം ഭരണം നടത്തുകയും ചെയ്ത രാഷ്ട്രങ്ങളും നിലനിന്നിട്ടുണ്ടായിരുന്നു. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇത്തരം രാജവംശങ്ങളെല്ലാം തന്നെ സമാനമായ രാഷ്ട്രീയ ഘടന പങ്കുവയ്ക്കുന്നവയായിരുന്നു. വംശപരമ്പരകൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ യുദ്ധത്തിൻ്റെയോ സംഘർഷത്തിൻ്റെയോ മാത്രമല്ല സൈനികമോ വൈവാഹികമായ സഖ്യത്തിൻ്റെയും രൂപം കൈവരിച്ചു. പൂർവ്വ മധ്യകാലത്തെ വംശപരമ്പരകൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലും വൈരുദ്ധ്യാത്മകമായ ബന്ധങ്ങൾ നിലനിന്നിരുന്നില്ല എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. ഏകദേശം എല്ലാത്തിനും ഒരുപോലെയാണ് എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ
രാഷ്ട്രത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും മണ്ഡലങ്ങളിൽ സൈനിക അധികാരത്തിൻ്റെയും അതിൻ്റെ സ്വാധീനത്തിൻ്റെയും അഭൂതപൂർവമായ വർധനവ് പൂർവ്വ മധ്യകാലഘട്ടത്തിൽ പ്രകടമായിരുന്നു. നിരന്തരമായ യുദ്ധത്തിൻ്റെതായ ആ കാലഘട്ടത്തിൽ ബലപ്രയോഗത്തിനും സൈനിക ശക്തിക്കും രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന പ്രാധാന്യം വലുതായിരുന്നു. സ്വന്തമായി നിലനിർത്തിയ സ്ഥിരം സൈന്യത്തിനു പുറമെ രാജവംശങ്ങൾ യുദ്ധവേളകളിൽ കൂലിപ്പടയാളികളെയും നിയമിച്ചിരുന്നു. ഇത്തരത്തിൽ പാല രാജാക്കന്മാര്, ഗൗഡന്മാര്, മാളവർ, അതുപോലെ തന്നെ ഗാസർ, കുളികന്മാര്, അതുപോലെ തന്നെ ഹൂണന്മാര്, കർണാടുകൾ, ലാടന്മാർ തുടങ്ങിയ വിഭാഗങ്ങളെ സൈന്യത്തിലേക്ക് നയിച്ചു. കാശ്മീരിലും സമാനമായ രീതിയിൽ സൈന്യങ്ങളെ നിയമിച്ചു. അങ്ങനെ സ്ഥിര സൈന്യവും കൂലിപ്പടയാളികളും പരസ്പരം സഹകരിച്ചു പ്രവർത്തിച്ചു. അവിടെ എന്താണ്, ആവശ്യം വരുമ്പോൾ കൂലിപ്പണിക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താണ് സ്ഥിര സൈന്യവും ഉണ്ടായിരുന്നു. അവരെന്താണ് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. പ്രസ്തുത കാലഘട്ടത്തിൽ രാഷ്ട്രീയ ശ്രേണീകരണം നിലനിന്നിരുന്നു. അതുപ്രകാരം അതിനായകനും ആജ്ഞാനുവർത്തിയായിട്ടുള്ള രാജാക്കന്മാരും രാജ്യം ഭരിച്ചു. രണ്ടാമത്തെ വിഭാഗം രാജാക്കന്മാർ തങ്ങളുടെ അതിനായക രാജാക്കന്മാർക്ക് സൈനിക സഹായം ഉറപ്പാക്കേണ്ടവരും കൂറു പുലർത്തേണ്ടവരുമായ ആശ്രിത രാജാക്കന്മാരായാണ് അറിയപ്പെട്ടത്. അതായത് ഒരു അതിനായകനുണ്ടാവും, അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു, ആശ്രിത രാജാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. എന്താണ് പറയണത്, അതായത് മഹാരാജാതിരാജ, പരമേശ്വര, പരമോ ഭട്ടാരക തുടങ്ങിയിട്ടുള്ള പദാവലികൾ രാഷ്ട്രീയ മേധാവിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മഹാരാജ, സാമന്തന്മാർ, അങ്ങനെയൊക്കെയില്ലേ, രണകന്മാർ, അതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ജസ്റ്റ് അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് ഇവരൊക്കെ നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സമൂഹം പുരുഷാധിപത്യപരമായിരുന്നുവെങ്കിലും ചില രാജവംശങ്ങളിലൊക്കെ രാജകുമാരികൾക്ക് ഭരണാധിപത്യം കൊടുത്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷമുള്ള രാജാധിപത്യം ഏറ്റെടുത്തിട്ടുള്ള സ്ത്രീകളെക്കുറിച്ചും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ പുരുഷാധിപത്യത്തിനൊപ്പം തന്നെ അവിടെ സ്ത്രീകൾക്കും ഒരു ഇടം നൽകിയതായിട്ട് നമുക്ക് പൂർവ്വ മധ്യകാലഘട്ടത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്, നമ്മളൊരു പൂർവ്വ മധ്യകാലഘട്ടത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയയിൽ നമ്മൾ എത്താനായിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, പക്ഷെ നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിയില്ലേ, പൂർവ്വ മധ്യകാലഘട്ടം എന്താണെന്ന് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ആ ഒരു രീതിക്ക് പൂർവ്വ മധ്യകാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് അവിടെ നിലനിന്നിട്ടുള്ള രാജവംശങ്ങളുണ്ട്, പ്രധാനപ്പെട്ട രാജവംശങ്ങൾ. നമ്മൾ പറഞ്ഞില്ലേ, ഈ ചാലൂക്യന്മാരും അതുപോലെ തന്നെ പ്രതിഹരന്മാരിനെയൊക്കെ കുറിച്ച് പറഞ്ഞില്ലേ. ഇനി അവരെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ട് എസ്സേക്ക് വരാം, അതുപോലെ തന്നെ 2 മാർക്കിനും വരാം. അപ്പോൾ അത് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് ലോങ് ആയിപ്പോയി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.